ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂഢമോദം നിജപീഠമതിന്മേലിരുത്തിദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ അത്തഞ്ജനാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിത്. മീനങ്ങളെല്ലാം രസത്തുങ്കൽ മോഹിച്ച് താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നനായി മൃത്യു ഭവിക്കതെന്നിവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലും അടങ്ങുകയില്ലിത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും. മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയത് നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ. മോഹത്തിനന്തരം വന്നുപോം മുന്നമേ മോഹ
മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടുമാവത്തു നിർണയമോർത്തു കാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തികൾ കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ആശുവരുവൻ അനുജ്ഞയെ ചെയ്യിലെന്നാശരാധീശ്വരനോട് ചൊല്ലിനാ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിന. തന്നരികത്തങ്ങിരുദ്ധിദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലത് ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്ത് കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടിത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞയജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജാമ്പുമാലി പ്രജംഘനും കുംഭൻ നികുംഭനകമ്പൻ കമ്പനൻ. വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭനും ത്രിശിരസധികായനും. ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും. യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ സോമ്രാക്ഷനും മകരാക്ഷനും. ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനു മാമാവല്ലവനോടോ. നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ലകേ ആരെന്നറിവാന് മാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വാഗ്മിയും നല്ലവൻ, വൈവസ്വതനും നിര്യതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽ പ്രാണനല്ല, വിത്തേശനുമല്ല അവനീശാനനുമല്ല. വേദാവുമല്ല ഭുജംഗാധിപനും അല്ല, ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിടിനാൻ. കൊന്നാൻ21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ. അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിത് നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടും. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം.
എങ്കിലെന്തിന്നു പറയുന്നതന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവാൻ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടു നിന്തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ട കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പാദം നൽകിയിടുമേവനും. നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം കുക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ. കൗശികൻ തന്നുടെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വച്ചു കല്ലാമഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്കനീ. ത്രയ്യംബകം മില്ലു കണ്ണിച്ച് സീതയാം മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനനെ കൊന്നുകളഞ്ഞതും ചെന്നഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്ക് വന്ന അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വഹ്നിക്ക് ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവന്നു നന്നാകന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥാ തൻവങ്കി തന്നെ കൊടുക്കമടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുന്നതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. ഇന്നു നാം ആളല്ല പോകുന്നു വേർപെട്ട് ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവാ. രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിനെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നു ഞാനിനി. താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്ന ശങ്കരനാദികളെന്നതുമോർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടക്കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ.
ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരുകെ മരുവിന ശത്രുക്കൾ. ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തമെന്നോട് ചൊല്ലുകിൽ ആശു നീ വധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും മേൽക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംബോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാക്കൾ വീണാന്തികേ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരതനാലയ മിത്രമൃത്യൗഖവും ദൂരെ പരിത്യജ രാമപാദാംബുജം. മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയം അതിങ്ങനില്ലെന്നു സംശയം. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകാകിലോ മമ ചന്ദ്രഹാസത്തിനേകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗം അനുഷ്ഠിപ്പനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ. ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ? ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. വിഭീഷണൻ ശ്രീരാമസന്നിധി. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യന്മാരുമായുടൻ ആകാശമാർഗെ ഗമിച്ചാൻ അതിദ്രുതം. ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിന്നേരെ മുകളിൽ ചെന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രമാ രമണാ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ.
രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപദേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ആംനായമൂർത്തേ രഘുപദേ ശ്രീപദേ നാംനാ വിഭീഷണൻ തൊൽ ഭക്തസേവകൻ. ദേവിയെ കട്ടതനുചിതം നീ എന്നു രാവണനോടു നല്ലതു ഞാൻ ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ ഏറ്റതുമില്ലമേ. പഥ്യമായുള്ളത് ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിത് കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങനെ. നാലമാക്കന്മാരുമായി വിടകൊണ്ടേൻ ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശേശ്വര, രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധപാണിയായി വന്നാൽ അമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ അന്തവ്യനിന്നിവനല്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നത് എന്നതോർക്കേണമേ. ചിന്തിച്ചുകൊണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തെന്ന അഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്തായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം. നക്തഞ്ജനാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ? നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണം ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ ആശ്രിത രക്ഷണം എന്നു ശാസ്ത്രോക്തിയും. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക് ആശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപപന്നമെത്രയും വീരാ വിഭാകരപുത്ര വരികളോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും. ജാമ്പവാദി നീതിജ്ഞവരന്മാരെ ഉർവീശനായാൽ അവനാശ്രിതന്മാരെ സർവശോ രക്ഷേച്ചു നശ്വപജാനവി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മഹാ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവീടിനാൻ. ഉന്നതമായൊരു പാദമാഗ്രേതത ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറഞ്ഞിരുന്നിടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും. ദിനേശനും ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞിത്
ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വഗ്നിയും തന്നെ കയ്യിലിരുന്ന കബോധിയെ വഗ്നിയിലിട്ട് ചുട്ടാശു തിന്നീടിനാൻ എന്നത് കൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞ് പിന്നെയും പീഡിച്ചിരിക്കും കിരാതന് തന്നെ ദേഹവും നൽകിനാൻ അൻപോട് വഗ്നിയിൽ വീണു കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണമാശ്രിത രക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുന്നതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റും കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ, വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായി കേടും ഇത് ചൊല്ലി മാനസേ സുഗ്രീവാ, നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീ വരദളശ്യാമളം കോമളം ബാണുധരുർധരം സോമബിംബാഭ പ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുലസേവിതം രാഘവം കണ്ടു ഗോപി തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടം വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശ വിനാശന ശ്രീരാമപാദാംബുജം നമോസ്തേ സദാ ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ ചണ്ഡഗോദണ്ഡധരായ നമോ നമ പണ്ഡിത പുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡ പരശുപ്രിയാ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോത്ഭവസ്ഥിതി സംഹാരകേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യമനാദിഗൃഹസ്ഥായ ദേ നമോ നിത്യായ സത്യായ ശുദ്ധായ ദേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ ദേ നമഃ. വിശേഷനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണം. സന്തതം ജംഗമാജംഗമം ഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻ മഹാമായയാ മൂടിക്കിടക്കുമോ നിർമ്മലരാം പരബ്രഹ്മജ്ഞാനാനിനാം. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നിതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും. അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിത് അദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിസക്തി കലർന്നു രമിക്കുന്നിതന്വകം
ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണമാത്മമാനാത്മനാ. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കമനാത്മന. ആദികാലേ സുഖമെന്നു തോന്നിക്കും അതേതും വിവേകമില്ലാത്തവർ മാനസേ. ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാനിലം ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവുമാദിയുമില്ലാതെ ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ, സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവാൻ. നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ, മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ, സർവലോകേശാമാതാവായതും ഭവാൻ. സർവദാ സർവധാതാവായതും ഭവാൻ. ദർവീകരേന്ദ്രചയനാദയാനിധേ. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ. സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ. നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ. നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ. സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ. മായാവിഹീനൻ മധുകൈടപാന്തകൻ. ജ്ഞാനിക ത്വൽപാദ ഭക്തിനി ശ്രേണിയെ ആനന്ദമാശു സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗ്യാഞ്ച സൗധം കരേറിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ. സീതാപദേ രാമകാരുണികോത്തമ. യാതുതാനാന്തക രാവണാരേ ഹരേ. പാദാംബുജം നമസ്തേ. ഭവസാഗര പീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുക്തസ്മിതപൂർവമേവം അരുൾ ചെയ്തു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈകതൽപരൻ. ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്കനീ. രാമവാക്യാമൃതം കേട്ട് വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനകം. ധന്യാകൃതേ കൃതകാമനായേനകം. ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമനായും ഒറ്റൊരുവനുമില്ലിഹ. തൽസ്വരൂപം നമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേം രാഘവ. ചിത്തേ വിഷയസുഖം ആശയില്ലേതുമേ. ത്വൽപാദ പങ്കജ ഭക്തിരേ വാസ്തുമേ. നിത്യം ഇളക്കമൊഴിഞ്ഞു കൃപാനിധേ. ഇത്തമാകർണ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തി ഭക്തരായി ശാന്തരായി ഭക്തി വളർന്നതി ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ. ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്കു മോക്ഷം വരും. അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധമായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരും, അതിനില്ലൊരു സംശയം. ഇത്തം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം. എന്നെ കനിവോടു കണ്ടതിന്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം. അതിന്നു നീ
ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക. ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളന്നിവൻ. വാഴ്കലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ. പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകം അൻപോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദിവേറിട്ടു ചെയ്തിടിനാനാദരാൽ. അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും അന്തർമുദാസിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി തുതിച്ചിത് ഭേരീനിദാനം മുഴക്കിനാരമ്പരും. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം. സുഗ്രീവവാക്യമാകർണ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായന കാര്യം അവിടേക്കു ബന്ധുശത്രുക്കൾ എന്നതുമില്ല കേൾ. ഗൂഢസ്ഥനാനന്ദ പൂർണ്ണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. ശുകബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ. പുഷ്കരേ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ. ഭാനുതനയനാം ഭാഗതേയാംബുധേ വാനരരാജമഹാകുലസംഭവ. ആതിഥേയാദ്രസുതനാനുജനാകയാൽ പ്രാതു സമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റൊന്നിൽ വിരോധം നിനക്കേതുമില്ലമേ. രാജകുമാരനാം രാമഭാര്യാവഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊള്ളുകനീ. ദേവാദികളാലും അപ്രാപ്യമായൊന്ന് കേവലം എന്നുടെ ലങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥ. ഇത്തം സുഖോക്തികൾ കേട്ട് കവികുലമുത്തായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റ് ശുകൻ
അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ, രാമ നാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ, നാഥ ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവ വീരാ, തദോഹം പ്രപാഹിമാം. ഇത്തം സുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ. അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോട്, ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങ് ദശഗ്രീവനോടത് ചൊല്ലിയിടുക എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശുസുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനയും കൊല്ലണം ആശുസുപുത്രബലാൻവിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്ക് കിഷ്കിന്ധയ്ക്ക് രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാൽപജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാൻമയോത്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചു കൊണ്ടൂനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേതയക്കാവിതെന്നത് ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിടിനാൻ വാർത്തകളുള്ള വണ്ണം. അതു കേട്ടൊരു രാത്രി ജരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താൻവിധം ചീർത്ത ഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. സേതുബന്ധനം. തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവൻ ആർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങൾ എല്ലാരുമായി എന്നരുൾ ചെയ്തു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവ തീരെ അർണവലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രമുപാസിച്ചതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീലവാരിധിയും അതിക്രോധേനരെ കാന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി നീളുന്നതല്ലെങ്കിൽ ആർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മദീയ പൂർവന്മാൾ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുവിലെന്നുമേ. നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖ വിക്രമം.
ഭസ്മമാക്കിയിടുവാൻ വാരാനിധിയ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കു കേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു. ചമഞ്ഞിതു മിത്രനും അങ്ങി നിറഞ്ഞൊരു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്നുത്തങ്കമായ തരംഗാവലിയോടും ശസ്ത്രങ്ങളായി പരിതപ്തങ്ങളായി വത്നിതത്യുഗ്ര നക്രതിമി ചഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്ത് രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപദേ, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ. ആദികാലേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി അഷ്ടമതാർക്ക് നീക്കാവൂ തവമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവാൻ നിയോഗ സ്വഭാവത്തെ എന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭവാൻ കാരുണ്യപൂരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടെങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായത് ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ, തദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോ ഭൂതനായി ഭൂപതിദാനും ഉത്തമ പുരുഷ രാമാദയാനിധേ. മായയാ ഛന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാചിദഘ്നനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷധനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകൂടം തഥാ. ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരുണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശു തദാമിതേ. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു. ബാണം മദീയമമോകം അതിന്നിക വേണമൊരു ലക്ഷ്യം എന്തെന്നതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാന്യതേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂന്യം കാരുണ്യ സിന്ധോ ജഗൽപദേ. ഉത്തരസ്യാം ദിശിമ തീരഭൂതലേ ചിത്രദ്രുമം കുല്യദേശം സുഭിക്ഷതം. തത്ര പാവാത്മാക്കളുണ്ടു നിശാചരൻ എത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരമാമതു നിർണയം. രാമനും ബാണമയച്ചാൻ അതു നേരമാമയം തേടിയിടും. ആഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗന ബാണം പോന്നു മെല്ലവേ തൂണീരവും പുക്കിതാതരാൽ
ആധീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. താൽക്കുലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യ ജനപ്രദമായി വന്നതിപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരം ആകുലമെന്നിയേ മജ്ജലേ സദ്വരം. സേതു ബന്ധിക്ക നളനാം കവിവരന്നേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിരുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനാർത്ഥിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും. പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞ ചെയ്യിച്ചതു സേതു സംബന്ധേന. തൽക്ഷണം മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കവികളും സർവദിക്കെങ്കിലും നിന്നു സരപസം. പർവ്വത പാഷാണപാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായത ആയുടൻ 25 യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനേവം അരുൾ ചെയ്തു. യാതൊരു മർത്തനിവിടെ വന്നാദരാൾ സേതു ബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടതിശുദ്ധനായി വന്നുകൂടും നമാനുഗ്രഹാൽ. മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരണാസി പൊക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം. ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത്. ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മഞ്ജനം ചെയ്യുന്ന മർത്തനോട് സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ. വിദ്രുതം അദ്രിപാഷാണ തരുക്കളായി അതിനെ തീർന്നു 14 യോജന. തീർന്നത് 20 യോജന. പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായുധം ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠം കരേറി രഘുത്തമൻ താരേയ കണ്ഠേന സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബോലാചലം മുകളേറിനാൻ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിത് ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരേണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാല പരിഹശതഗ്നി സമന്വിതം. പ്രാസാദമൂർത്തനി വിസ്തീർണ ദേശേ മുദ വാസവതുല്യ പ്രഭാവേന രാഘവൻ. രത്നസിംഹാസനേ മന്ത്രിഭി സങ്കുലേ രത്നദണ്ഡാദപത്രൈരൂപശോഭിതൈ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ട് വീച്ച് നീലശൈലാപം ദശകിരീടോജ്വലം. നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ. സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ
നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയയ്ക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ട് തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ.